കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹൃദയപൂർവ്വം മംഗളയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ മണ്ണിൽ എത്തിച്ചു വരുന്നതിന് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയില്ല. മങ്കട ആശുപത്രി പഴയ ആശുപത്രിയാണ്, താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്റ്റാഫ് പാറ്റേൺ ഇതുവരെ അനുവദിച്ചില്ല. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കടകൾ നടത്തിയിരുന്നു. ദയവ് ചെയ്ത് അത് അനുവദിച്ചു തരണം. അവിടെ ഇരിക്കുന്നുണ്ട്, അതിനെ ഏൽപ്പിച്ചോണ്ട് പറഞ്ഞതാണ്. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ടതായ സ്നേഹിതൻ ശ്രീ സമത് മങ്കട, പ്രിയപ്പെട്ട നമ്മുടെ MLA-മാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയി, KPCC-യുടെ ഭാരവാഹികൾ കൂടിയായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA, പ്രിയപ്പെട്ട ശ്രീ KP നൗഷാദ് അലി MLA, ശ്രീ അജയ് മോഹൻ, ശ്രീ ബാബുരാജ്, മറ്റ് CDA കെവിൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കൊരു വീടുണ്ടാകുക എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും സന്തോഷവുമാണ്. പക്ഷേ മങ്കട മണ്ഡലത്തിലെ എല്ലാ കോൺഗ്രസുകാർക്കും കൂടി ഒരു വീടുണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ സന്തോഷമാണ്. മനോഹരമായ ഒരു ഓഫീസ് മന്ദിരം നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് ഇവിടെ ഉണ്ടായിരിക്കുക. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുന്നു. മങ്കട ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്, ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ്. ഒറ്റപ്പാലത്തിൻ്റെയും പെരിന്തൽമണ്ണയുടെയും എല്ലാം ഒരു സാഹിത്യ വാസനയും ഭാഷയുടെ പ്രത്യേകതയും സാംസ്കാരികമായ തനിമയും എല്ലാം ഒത്തിണങ്ങുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള പ്രത്യേകത കൂടിയുള്ള സ്ഥലമാണ് മങ്കട. ആ മങ്കടയിൽ നമുക്കൊരു എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് നമുക്കൊരു ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും, എന്റെയും നിങ്ങളുടെയും ഒന്നാമത്തെ കാര്യം നമ്മുടെ സംഘടനയായിരിക്കും. നമ്മുടെ സ്വന്തം മാതാവിനെ പോലെ നമ്മൾ നമ്മുടെ സംഘടനയെ സ്നേഹിക്കണം. ആ സംഘടനയാണ് നമ്മളെ വഴി നടത്തുന്നത്, വഴിയിൽ നമുക്ക് വെളിച്ചമുണ്ടാകുന്നത്. ആ സംഘടന ഈ രീതിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയോ വലിയ മനുഷ്യരുണ്ട്, എത്രയോ വലിയ നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ നാട് മുഴുവൻ കത്തിയെരിയുന്ന സമയത്ത് സ്വന്തം ജീവൻ അതിൽ ഹോമിച്ച നിരവധി നേതാക്കന്മാരുടെ സംഘടനയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ധീരന്മാരായ ദേശാഭിമാനികളുടെ സംഘടനയാണ്. ലോകത്തൊരിടത്തും ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആ മൂവർണ്ണ പതാകയ്ക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മൂവർണ്ണ പതാകയ്ക്ക് കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. സംഘടനയോട് നീതി പുലർത്തുക, സംഘടനയോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം സംഘടന നമ്മളോട് പറയുന്നത് ജനങ്ങളോട് നീതി പുലർത്തണം എന്നാണ്. ഒരു ജനതയെ, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന ഒരു ജനതയെ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാത്തു സൂക്ഷിച്ച മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ സങ്കല്പങ്ങൾ ഉയർത്തി കൊണ്ടുവന്നവരാണ് നമ്മൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരം സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു നാടിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ട പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാകണം എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നമുക്ക് നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിലനിർത്തണം, നമ്മുടെ മതേതരത്വ മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എനിക്ക് അഭിമാനമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു തെരഞ്ഞെടുപ്പിലും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ